നിനക്ക് പകരം ഒരു വാഴ നട്ടിരുന്നെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരെ ഉദ്ദേശിച്ച് മലയാളത്തിൽ പറയുന്ന ഒരു ചൊല്ലാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരുത്തിനെയും സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട കാര്യം മമ്മൂട്ടിക്കില്ല. പക്ഷേ തന്റെ സ്റ്റാർ വാല്യൂ ബോക്സ് ഓഫീസ് കളക്ഷൻ ആക്കി മാറ്റുന്നതിൽ മമ്മൂട്ടി പരാജയമാണെന്ന വിമർശനങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. പക്ഷേ ആ വിമർശകർ സൗകര്യപൂർവ്വം മറക്കുന്ന ഒന്നുണ്ട്. പുലിമുരുകനും ലൂസിഫറിനും ഒക്കെ മുന്നേ മലയാളത്തിലെ ആദ്യത്തെ 25 കോടി അത് രാജമാണിക്യത്തിലൂടെ മമ്മൂട്ടിയുടെ പേരിലാണ്. രൂപയുടെ ഇൻഫ്ലേഷനും ടിക്കറ്റ് റേറ്റും ഇന്നത്തേതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു 250 കോടിയെങ്കിലും ചുരുങ്ങിയത് ആ സിനിമയ്ക്ക് ഇന്നത്തെ കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് കോടിക്കണക്ക് കൊണ്ട് ഒരു നടന് മാർക്കിടുന്നതിൽ എന്ത് കാര്യം? മണിരത്നം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, സ്റ്റാർ ആകുന്നത് എളുപ്പമാണ്, പക്ഷേ കാലത്തെ തോൽപ്പിച്ച് ഒരു നടനായി നിലനിൽക്കുക അപൂർവമാണ്. ആ അപൂർവതയുടെ ജീവനുള്ള ഉദാഹരണമാണ് മമ്മൂട്ടി എന്ന്. ഒരു തലമുറയുടെ ഹീറോ ആയി മാത്രം നിൽക്കാതെ ഓരോ കാലത്തെയും പുതുക്കി വായിച്ച നടൻ, ഹീറോ ഇമേജിൽ കുടുങ്ങാതെ കഥാപാത്രങ്ങളിലേക്ക് സ്വയം വീണ്ടും വീണ്ടും ജനിപ്പിച്ച മനുഷ്യൻ, ഇന്നും പുതിയ സംവിധായകരെ വിശ്വസിച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന ആ ധൈര്യം, അതാണ് മമ്മൂട്ടിയെ വെറും സൂപ്പർ സ്റ്റാറിൽ ഒതുക്കാതെ ഒരു സിനിമാ പ്രസ്ഥാനം തന്നെ ആക്കി മാറ്റുന്നത്. അടുത്തിടെ പോലും പഴയ ഹീറോ കഥകളിൽ ഇനി താല്പര്യമില്ല, പുതിയത് വേണമെന്ന അദ്ദേഹത്തിന്റെ നിലപാട് അതിന് വലിയ തെളിവാണ്. മണിരത്നം പോലുള്ള സംവിധായകർ മമ്മൂട്ടിയിൽ കാണുന്നത് അഭിനയ പ്രതിഭ മാത്രമല്ല, സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരന്റെ വിശപ്പാണ്. വിജയങ്ങളെക്കാൾ വെല്ലുവിളികളെ തിരഞ്ഞെടുക്കുന്ന മനസ്സ്. അതുകൊണ്ടാണ് 5 ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും മമ്മൂട്ടി ഇന്നും റെലവന്റ് ആകാതെ റെഫറൻസ് ആയി മാറുന്നത്. അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടൻ അംജദ് ഖാൻ സിനിമയെപ്പറ്റി പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്, സിനിമയെ പോലെ ഇത്രയും നന്ദി കെട്ട സ്ഥലം വേറെയില്ല. നിങ്ങളെ അവർക്ക് ആവശ്യമില്ലെങ്കിൽ ആ നിമിഷം തന്നെ അവർ നിങ്ങളെ കുഴിച്ചുമൂടും. മറിച്ച് നിങ്ങളെ ആവശ്യമാണെങ്കിലോ നിങ്ങളുടെ കുഴിമാടം തുറന്നിട്ടാണെങ്കിലും അവർ നിങ്ങളെ പുറത്തെടുക്കും. അങ്ങനെയുള്ള സിനിമാ ഫീൽഡിൽ പരാജയങ്ങൾക്ക് മുകളിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും തോറ്റുകൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. മുകേഷും ജയറാമും ദിലീപും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ആസിഫ് അലിയും പൃഥ്വിരാജും ഒക്കെ വന്നും പോയും ഇരിക്കുമ്പോഴും ഒരറ്റത്ത് മലയാള സിനിമയുടെ നെടും തൂണായി അയാൾ ഉറച്ചു നിന്നു. ഹൈ പോസിറ്റീവ് ആണെങ്കിലും മുസ്ലിം വിരോധം കാരണം മമ്മൂട്ടി സിനിമകൾക്ക് ആദ്യ ആഴ്ച പിന്നിട്ട് കഴിഞ്ഞാൽ സംഭവിക്കാറുള്ള ആ വലിവ് ലാലും കൂടി ചേരുന്നതോടെ പാട്രിയറ്റിലൂടെ നികത്താൻ കഴിയുമെന്ന് തന്നെ ആരാധകർ വിശ്വസിക്കുന്നുണ്ട്. 400 കോടി വരെ പ്രവചിക്കുന്നുണ്ട് ചിലർ. എന്തായാലും അത്ര ഒന്നും എത്തിയില്ലെങ്കിലും പ്രേക്ഷകർക്ക് എന്നും ഓർത്തുവെക്കാനുള്ള കഥാപാത്രങ്ങൾ സമ്മാനിക്കാൻ ഇരുവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.